അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മനോഹരമായ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് ദോഹയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഖത്തർ നാഷണൽ മ്യൂസിയത്തിലേക്കാണ്. മനോഹരമായ ആ മ്യൂസിയത്തിന് പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ വളരെയേറെ അത്ഭുതത്തോടും അതിലേറെ അതിശയത്തോടും കൂടിയാണ് ഞാനതിനെ നോക്കിക്കണ്ടത് തന്നെ. ഖത്തർ നാഷണൽ മ്യൂസിയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതും കാണുവാൻ ഒരുപാട് ആഗ്രഹിക്കുന്നതുമായ ഒരു മ്യൂസിയം തന്നെയാണ്. ഓരോ രാജ്യത്തും അതിൻ്റെതായ മ്യൂസിയങ്ങളുണ്ട്. അത് അവരുടെ പാരമ്പര്യത്തെയും അവരുടെ സംസ്കാരത്തെയും ഒക്കെ പഴയകാല ചരിത്രത്തെയൊക്കെ കാണിക്കുന്ന ഒരു നല്ല അറിവിൻ്റെ നിറകുടമായിരിക്കും ഒരു മ്യൂസിയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഖത്തറിൻ്റെ ചരിത്രം, പാരമ്പര്യം, സംസ്കാരം എന്നിവയെക്കുറിച്ച് നമുക്കൊരു സമഗ്രമായ അറിവ് നൽകുന്ന ഒരു പ്രധാനമായ സ്ഥാപനമാണ് ഖത്തർ മ്യൂസിയം എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചും ഇതിൻ്റെ രൂപകൽപ്പനയാണ് എടുത്തു പറയേണ്ടത്. മരുഭൂമിയിലെ മനോഹരമായ ഒരു പൂവാണ് ഡെസേർട്ട് റോസ് എന്ന് പറയുന്നത്. ആ ഡെസേർട്ട് റോസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഫ്രഞ്ചുകാരനായ ഒരു വാസ്തുശില്പി ജീൻ നൂവൽ ആണ് ഇതിന് രൂപകൽപ്പന കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റോസാപ്പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ കൊടുത്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരവും എന്തിലേറെ അത്ഭുതവുമാണ് നമുക്ക് തോന്നുന്നത്. ഓരോ പാളികളും അടുക്കി വെച്ച് ഒരു ഷെൽ എങ്ങനെ ഇരിക്കുന്നു അതേ രീതിയിലാണ് അവർ ഈ ഒരു ബിൽഡിങ്ങിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മ്യൂസിയത്തിലെ ഗ്യാലറികളൊക്കെ ഖത്തറിൻ്റെ ഭൂമിശാസ്ത്രപരമായ രൂപീകരണം മുതൽ ആധുനിക കാലം വരെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഖത്തറിൻ്റെ ഭൂതകാലത്തിനെക്കുറിച്ചുള്ള അറിവ്, പുരാതന വസ്തുക്കളുടെ കലാസൃഷ്ടികളുടെ ഒരു വലിയ ശേഖരണം ഒക്കെ ഈ മ്യൂസിയത്തിനകത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. ഖത്തറിൻ്റെ തനതായ സസ്യ ജന്തു ശാലകളും മരുഭൂമിയിലെ ജീവിതവും അവരെങ്ങനെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ കൊട്ടാരമാണ് ചുറ്റിപ്പറ്റിയാണ് ഈ മ്യൂസിയം പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. കൊട്ടാരത്തിൻ്റെ മനോഹാരിതയും ചരിത്രപ്രദമായ പ്രാധാന്യവും സംരക്ഷിച്ചുകൊണ്ട് ഈ മ്യൂസിയം അവർ മനോഹരമായി ഒരുക്കിയെടുത്തു. ഖത്തറിൻ്റെ ചരിത്രം കൂടുതൽ നന്നായി തന്നെ അവർ മനോഹരമായ പ്രൊജക്ടറുകളിലൂടെ അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മനോഹരമായ ശബ്ദം അതിന് അകമ്പടി സേവിച്ചു കൊണ്ടിരുന്നു. ഏകദേശം 9 ഗ്യാലറികളാണ് ഇതിനകത്ത് നമുക്ക് കാണാനുണ്ടായിരുന്നത്. എന്നാൽ സമയത്തിൻ്റെ കുറവ് മൂലം എല്ലാ ഗ്യാലറികളിലും നമുക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അതിനകത്തെ സത്യമായ കാര്യം. എങ്കിലും അല്പസമയം കൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടായിരുന്ന ഏറെക്കുറെ കാഴ്ചകൾ ഒപ്പിയെടുക്കുകയും ബാക്കിയുള്ളതൊക്കെ നേരിട്ട് പോയി കാണുകയും ചെയ്തു. അപ്പം ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് കൂടാം. ഖത്തറിൽ ഞങ്ങൾ കണ്ട ആ നാഷണൽ മ്യൂസിയത്തിൽ കണ്ട മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം. എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ഒരിക്കൽ കൂടി ഞാൻ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ പ്രോഗ്രാം കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഇതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത് ഖത്തറിനകത്ത് ഈ മ്യൂസിയത്തിനകത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു എക്സിബിഷൻ ശാലയും അതോടൊപ്പം സെയിൽസും ചെയ്യുന്ന ഒരു ഷോപ്പാണ്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്തുനിന്ന് പർച്ചേസ് ചെയ്യാം. പല പല ബുക്കുകളുണ്ട്, കപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡായിട്ടുള്ള ബാഗുകളെ, ഖത്തറിൻ്റെ ചരിത്രങ്ങൾ വിളിച്ചു വരുത്തുന്ന പുസ്തകങ്ങളെ, ടർക്കികളെ, കപ്പുകൾ, അങ്ങനെ പിക്ചറുകൾ, ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് അവർ സെയിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് പേർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ അവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകാവുന്നതാണ്. പഴയകാലം മുതൽ ഈ കാലഘട്ടം വരെയുള്ള ഓരോരോ പുതിയ ഡിസൈനുകളും അതിൻ്റെ രൂപകൽപ്പനയും ഒക്കെയുമാണ് അവർ ആദ്യം മുതൽ ഇങ്ങോട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ അവർ കാവ, അറബികളുടെ ദേശീയ പാനീയമായ കാവ, അത് വെക്കുന്ന പാത്രങ്ങൾ, അത് ഒഴിച്ചു കുടിക്കുന്ന രീതികൾ ഒക്കെയാണ് അവർ ഇതിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് അവർ എല്ലാം നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്.
ഈ കാണുന്നതാണ് ഞാൻ ആദ്യമേ ഓർത്ത് ശൂന്യാകാശത്തേക്ക് പോകുന്ന ഏതൊരു വ്യക്തി ഇട്ടിരുന്ന ഉടുപ്പാണെന്ന്. അതല്ല, അത് മുത്ത് ശേഖരിക്കാൻ കടലിനടിയിലേക്ക് പോകുന്നവർ പാരമ്പര്യമായി ഇടുന്ന ഒരു ഡ്രസ്സാണ്. അതിനോട് ചേർന്ന് തന്നെ മുത്ത് സൂക്ഷിക്കാനായിട്ടുള്ള ഒരു സഞ്ചിയും അവരുടെ കഴുത്ത് ഭാഗത്ത് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് 3D പ്രൊജക്റ്റുകളിലാണ് നമ്മൾ മെയിനായിട്ടും കാണുന്നത്. അവിടെ പ്രധാനമായും ഇവരുടെ മറ്റൊരു വ്യവസായമായിരുന്നു കപ്പലുകൾ അല്ലെങ്കിൽ വഞ്ചികൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ബോട്ട് നിർമ്മാണം. അൽ ഖലാഫ് എന്നാണ് അതിന് പറയുന്നത്. പ്രധാനമായും 3 ബോട്ടുകളായിരുന്നു അവർ കച്ചവടത്തിന് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഒന്ന് സാബുക്ക്, അൽബത്തീൻ, അൽജുബൂദ്, ഇങ്ങനെ 3 ബോട്ടുകളായിരുന്നു ചെയ്തിരുന്നത്. ഈ കാണുന്നതൊക്കെയും അവരുടെ കല്യാണ സമയം, വിവാഹ സമയം അവർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളാണ്. ആണുങ്ങളും പെണ്ണുങ്ങളും അവർ ഇട്ടിരുന്ന ഡ്രസ്സുകളാണ് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരിട്ടിരുന്ന ആ കല്യാണ സമയം ഉപയോഗിക്കുന്ന ആഭരണങ്ങളും ഒക്കെ അവർ അവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ കമ്മലുകൾ, അതോടൊപ്പം മാല, കിരീടം തുടങ്ങിയ ഒരുപാട് മുത്തുകൾ കൊണ്ടുള്ള ഒരുപാട് ഓർണമെൻറ്റ്സുകൾ അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാം. ഈ കാണുന്നതാണ് ഒരു കാർപ്പറ്റാണ്. ഏകദേശം 1.5 മില്യൺ മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു കാർപ്പറ്റാണ്. അത് ഇന്ത്യയിൽ നിന്നും ഒരു രാജാവ് ഖത്തർ ഭരണാധികാരിക്ക് സമ്മാനമായി കൊടുത്ത ഒരു കാർപ്പറ്റായിരുന്നു അത്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അവർക്ക് വെച്ചിരിക്കുന്ന ഉടമ്പടിയും കോൺട്രാക്റ്റുകളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വാളുകൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് മുതൽ പഴയ കാലം തൊട്ട് ഈ കാലം വരെയും അവർ ഉപയോഗിച്ചിരുന്ന വെപ്പൺസുകളെല്ലാം അവർ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന ഒരു പ്രത്യേക ഒരു ആംബിയൻസ് തന്നെ നമുക്കവിടെ സൃഷ്ടിച്ചു തരുന്ന രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു വലിയ 3D പ്രൊജക്ടറും അവരവിടെ ചെയ്തിട്ടുണ്ട്. പഴയകാല യുദ്ധങ്ങളുടെയൊക്കെ ഒരു ചിത്രീകരണം അവിടെ നമുക്ക് വേണ്ടി കാണിച്ചു തരുന്നു. ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് അതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ. ഇത് ആ കാലഘട്ടങ്ങളിൽ അവർ ഉപയോഗിച്ചിരുന്ന വാളുകളും അതിൻ്റേതായ ഏത് രാജാക്കന്മാരായിരുന്നു ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത് അവരുടെ ഭൂമിശാസ്ത്രപരമായ മാപ്പുകൾ, അവരുടെ ഡെവലപ്മെൻറ്റ്സ് തുടങ്ങിയ രേഖാചിത്രങ്ങൾ അവരവിടെ വരച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഒരു സൈഡിൽ 3D അതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ അവർ കാണിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. ഈ കാണുന്നത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജാസിം അൽ താനി 1913 തൊട്ട് 1943 വരെ താമസിച്ചിരുന്ന ഒരു രാജാവാണ്. ഈ കാണുന്നത് അവരുടെ കറുത്ത മുത്തുകളുടെ ഒരു ദിവസം, അല്ലെങ്കിൽ ബ്ലാക്ക് ഫ്രൈഡേ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. അതായത് ആ കാലഘട്ടത്തിലാണ് അവരുടെ മുത്തുകളുടെ വിലയിടിയുന്നതും അങ്ങനെ ഈ രാജ്യം സാമ്പത്തികമായി വളരെയേറെ നഷ്ടത്തിലേക്ക് പോകുന്നതും. ഈ കാണുന്ന മിഷണറീസൊക്കെയാണ് അവർ 1940 ദുഖാനിൽ ഓൺഷോർ ഓയിൽ ഫീൽഡ് കണ്ടുപിടിക്കുകയും അങ്ങനെ അവർ ഓയിൽ ഫീൽഡിലേക്ക് തിരിയുകയും ചെയ്തു. അന്ന് ഉപയോഗിച്ചിരുന്ന മിഷനറികളൊക്കെയാണ് എടുത്ത് അവർ മ്യൂസിയത്തിൽ വെച്ചിരിക്കുന്നത്. അത് അന്ന് തൊട്ട് അവർ മിഡിൽ ഈസ്റ്റിലെ ഓയിൽ ക്ലബിൽ അംഗമാകുകയും ചെയ്തു. ഇത് ഖത്തറിൻ്റെ റിയാലുകളാണ്. ഖത്തർ റിയാലുകളുടെ ഓരോരോ കോപ്പികളും അതിൻ്റെ നാണയങ്ങളും ഒക്കെയാണ് അവർ നമുക്കവിടെ ഷോ ചെയ്തിരിക്കുന്നത്. ഇത് അവരുടെ സ്റ്റാമ്പുകളൊക്കെയാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൻ്റെ വളരെ കോർണറിൽ മ്യൂസിക് പരമായ ഒരു ചെറിയൊരു കോർണർ ഞാൻ അവിടെ കണ്ടു. അത് നമുക്ക് ചവിട്ടുമ്പോൾ മ്യൂസിക് കേൾക്കാവുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫ്ലോറാണ്. അതിൻ്റെ ഓരോ കളങ്ങളിലും ഓരോ നാദങ്ങളാണ്, അല്ലെങ്കിൽ ഓരോ ശബ്ദങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. കാണികളൊക്കെ അവിടെ വരികയും നടന്നുകൊണ്ട് മനോഹരമായ പാട്ടുകളൊക്കെ അവർ അവിടെ വായിക്കുന്നുണ്ടായിരുന്നു. വളരെ മനോഹരമായ ഒരു കാഴ്ചയും മനോഹരമായ ഒരു ഫീലിംഗും തന്നെ നൽകുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് അത് എന്ന് വേണമെങ്കിൽ പറയാം. ഖത്തറിലേക്ക് ആദ്യമായി അവരുടെ വാഹനം, രാജാവിന് വേണ്ടി വാഹനം കൊണ്ടുവന്നതും അത് ഇറക്കുന്നതും അത് ഉപയോഗിക്കുമായ ഒരു ഫോട്ടോ ഗാലറിയാണിത്.
ആദ്യം വന്നിരിക്കുന്ന വണ്ടികളുടെയും അവരുടെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളെക്കുറിച്ചുമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഫോട്ടോ ഗാലറിയാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് ഖത്തറിൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന ഒരു ഡിസ്പ്ലേ ആണ്. അതിൻ്റെ തുടക്കം മുതൽ 1990 വരെയുള്ള ചരിത്രം, അത് ഖത്തർ എങ്ങനെ ഡെവലപ്പായി എന്നുള്ളത് ലൈറ്റിനാൽ വിശദീകരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇത്. ഓരോ വർഷങ്ങൾ അതിൻ്റെ സൈഡിൽ വർഷങ്ങൾ മാറുന്നുണ്ട്, അതിനനുസരിച്ച് എത്ര ബിൽഡിങ്ങുകൾ പുതിയത് വന്നു എന്നുള്ളത് വളരെ മനോഹരമായി കാണിച്ചിരിക്കുന്നു. അതിനകത്ത് ആ നീല ലൈൻ പോകുന്നത് മെയിനായിട്ടുള്ള വഴികളാണ്. അവിടുന്ന് ഓരോ വർഷങ്ങൾ മാറുന്നതിനനുസരിച്ച് പുതിയ ബിൽഡിങ്ങുകൾ വന്ന് ആ ഖത്തർ എന്ന രാഷ്ട്രം തന്നെ അത് എത്രമാത്രം ഡെവലപ്പായി എന്നുള്ളത് വളരെ ഭംഗിയായി 1990 വരെയുള്ള കാര്യങ്ങൾ എത്രമാത്രം ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അവരോട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നു. അതോടുകൂടി തന്നെ ഇപ്പോൾ ഖത്തർ ലോകത്ത് തന്നെ മാറ്റി നിർത്താൻ വയ്യാത്ത ഏറ്റവും വലിയൊരു രാജ്യമായി നിൽക്കുമ്പോഴും അതിൻ്റെ വളർച്ചകളെ വിളിച്ച് കാണിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും അവിടെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വളർച്ച കാണിക്കുന്നതായ 1-2 വീഡിയോകൾ ആണ്. അതുപോലെ തന്നെയാണ് ഖത്തർ എയർലൈൻസ് 1993 ഖത്തർ എയർഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഫ്ലൈറ്റായി ഖത്തർ എയർവേസ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പ്രൊജക്ടറുകളിലൊക്കെയും ഇവർക്ക് വന്നിരിക്കുന്ന ഓരോരോ മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിൽ ഇവർ വന്നിരിക്കുന്ന പുരോഗതികളുമൊക്കെ ഈ പ്രൊജക്ടറുകളെ ഇവർ കാണിച്ചു കൊണ്ടിരുന്നു. ഒരു പ്രത്യേകതര വിസ്മയ ലോകം തന്നെയാണ് അവർ ഈ നാഷണൽ മ്യൂസിയത്തിനകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അടുത്തതായി കടന്നു പോകുന്ന പവലിയൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പവലിയനിലേക്കാണ്. ഇതാണ് ഖത്തറിൻ്റെ ദേശീയ പതാക. അവിടെ തന്നെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഖത്തറിൻ്റെ വളർച്ച കാണിക്കുന്ന ഒരു വലിയ ഒരു റൂമിലേക്കായിരുന്നു അടുത്തതായി നമ്മൾ എൻട്രി ചെയ്തത്. ഇപ്പോൾ സമയം ഏകദേശം രാത്രി 8 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് തിരിച്ചു പോകേണ്ട സമയമായി. അതുകൊണ്ട് അധികം ചിത്രങ്ങളും അധികം വീഡിയോസും ഇനിയും ക്യാമറയിൽ പകർത്തുവാൻ സമയമില്ലാത്തതിനാൽ ഞാൻ നാഷണൽ മ്യൂസിയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുവാനായി തുടങ്ങുകയായിരുന്നു. ഖത്തറിൻ്റെ പഴയ കാലത്തെ ബിൽഡിങ്ങുകളുടെയൊക്കെ പിക്ചേഴ്സുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോഹരമായ ആർട്ട് ഗാലറികളും അവരുടെ കാവ കുടിക്കുന്ന പാത്രങ്ങളും ഒക്കെ അവർ ആ സൈഡുകളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഓരോ ഗസ്റ്റും അവരുടെ ഫോട്ടോസ് എഴുതി അവരുടെ വെച്ചിരിക്കുന്ന ഇൻസ്പയറിംഗ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ബോർഡിൽ അവർ അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോസ് എടുത്ത് അവിടെ നമുക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഏകദേശം രാത്രി നന്നായി ഇരുട്ടിയിരുന്നു. അതിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ മാത്രം പിന്നീട് ഞാൻ ഒന്ന് ക്യാമറയിൽ പകർത്തിയതിന് ശേഷം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഹോട്ടലിലേക്ക് പോകാനായിട്ട് നമ്മൾ റെഡിയായി. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്ഭുത ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഈ നാഷണൽ മ്യൂസിയത്തിലേക്ക് കടന്നു വന്നാൽ. ഒരു ദിവസം മുഴുവൻ നമുക്ക് നന്നായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് നമുക്കതിനകത്തുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾ ഒക്കെയായി നമ്മൾ ഈ നാഷണൽ മ്യൂസിയത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഖത്തറിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് വളരെ നന്നായി പറയുവാനും അവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിക്കുന്ന ഒരു നല്ല ഒരു സ്ഥാപനം തന്നെയാണ് ഖത്തർ നാഷണൽ മ്യൂസിയം. ആരെങ്കിലും ഖത്തറിൽ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ദയവായി കാണുക. ഏറ്റവും അവസാനമായി ഞാൻ പോയത് അവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ കാണാനാണ്. 3 വാഹനങ്ങളായിരുന്നു അവർ അവിടെ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് ഒരു ഫെരാരി, മറ്റൊരെണ്ണം ഗ്ലാസ് കൊണ്ടുള്ള ഒരു മനോഹരമായ കാറ്, വേറെ ഒരെണ്ണം ഒരു വലിയൊരു കാർ, എനിക്കതിൻ്റെ പേരൊന്നും കറക്റ്റ്
കറക്റ്റായിട്ട് അറിയത്തില്ല. വളരെ മനോഹരമായി തന്നെ അവരതിനെ സൂക്ഷിക്കുന്നു. എപ്പോഴും സെക്യൂരിറ്റി ചെക്കിങ്, അതിന് കാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് ഞാനും പതുക്കെ അവിടെ നിന്നും ഇറങ്ങുവാനായിട്ടുള്ള തയ്യാറെടുപ്പിലായി. ഈ കാറ് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാറാണ്. കാരണം ഇതിൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ, ഇതിൻ്റെ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഷേപ്പ്, ഇതൊക്കെ ഞാനും വളരെ അത്ഭുതത്തോടു കൂടി നോക്കി കണ്ടു. ഇതിൻ്റെ ഇതിൻ്റെ ഡ്രൈവിംഗ് സ്റ്റിയറിങ്, അതിൻ്റെ ഗിയർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി. വളരെ വളരെ മനോഹരം. പ്രത്യേകിച്ചും കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന രീതിയിലുള്ളതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കാണാൻ സാധിക്കും. അപ്പം ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ ഞങ്ങൾ അവിടെ നിന്നും ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഒരിക്കൽ കൂടി ഈ മനോഹരമായ ബിൽഡിങ്ങിനെ, ഇതിൻ്റെ രാത്രിയിലുള്ള വ്യൂ ക്യാമറയിൽ ഒന്ന് പതിപ്പിച്ചതിന് ശേഷം നോക്കുക. മനോഹരമായ ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പാതയിൽ കൊടുത്തിരിക്കുന്ന ആ വഴികളെ നോക്കി ഞങ്ങൾ എക്സിറ്റിലേക്ക് ലക്ഷ്യമാക്കി യാത്രയായി. ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.